ടീച്ചറെ, അല്ല നാളെ ടീച്ചർ എവിടെ പോയി? 10C ഡേവിഡ് സാറിന് പകരം കയറി. അതെ, ഞാൻ പഞ്ചായത്ത് ലൈബ്രറി വരെ ഒന്ന് പോയിട്ട് വരാം. നല്ല ചൈനീസ് നാടോടി കഥകൾ വന്നിട്ടെന്ന് കേട്ടു, ഒന്ന് നോക്കിയിട്ട് വരാം. പിന്നെ അച്ഛമ്മ വിവരം ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞേക്ക്, ചോദിച്ചാ മാത്രം. സാറിന് സ്കൂൾ വിടുമ്പോ പോയാ പോരെ? സ്കൂൾ വിടുമ്പോ ഭയങ്കര തിരക്കാവും. വന്നോ? ഇവിടെ ഉണ്ടടാ നക്സലേ. സാറിനെ കാണിക്കുന്നത് മധുരികളിൽ മമ്മൂട്ടി കളിക്കാൻ സാർ പുറത്തോട്ടിറങ്ങി വാ, നെഞ്ചി പിടിച്ചിറങ്ങി വാ. സമൂഹത്തിലെ മാറ്റങ്ങൾ അനുസരിച്ച് നമ്മൾ മാറണ്ടേ? ചിലപ്പോ നീ കഥാപ്രസംഗം നിർത്തും. സാധനം വന്നുണ്ടോ? പുതിയ എണ്ണം വന്നിട്ടുണ്ട്. ചൈന അല്ല, ഇംഗ്ലണ്ടാ. ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ട്. നീ സാധനം എടുക്ക. അതെ, അതൊരു ചെറിയ ഓട്ടം പോയേക്ക. സാറിപ്പോഴാണ് വെറുതെ രാവിലെ വരാന്ന് പറഞ്ഞിട്ട്? സാറിന്റെ സ്കൂളിൽ ഒരു പയ്യൻ വന്ന് രാവിലെ മേടിച്ചോണ്ട് പോയി. എന്റെ സ്കൂളിലെ പയ്യനാ? അല്ല അല്ല, ആരാവൻ? നിങ്ങളുടെ സ്കൂളിലല്ല, ഡിഗ്രിക്കൊക്കെ പഠിക്കുന്നുണ്ട്, മീശയൊക്കെ ഉള്ളൊരു പയ്യനാ. അവൻ എപ്പോൾ കൊണ്ടുവരുന്നു അപ്പം തന്നെ ഞാൻ സാറിന് വീട്ടിൽ കൊടുത്തരാം. വീട്ടിലുണ്ട്. അന്നാ സ്കൂളിൽ കൊണ്ടുതരാം. കണ്ടോ, ആ ആലോചന കാണുമ്പോൾ തന്നെ അറിയാം വല്ലാതെ ആഗ്രഹിച്ചാന്ന്. കിട്ടിയ അവിടെ തരാം. ഇറങ്ങും പറഞ്ഞേ. ഞാൻ വിളിപ്പിച്ചത് ഈ സ്പോർട്സ് മീറ്റൊക്കെ കഴിഞ്ഞല്ലോ, ഇനി PT പീരീഡ് സയൻസിനും മാത്സിനും കൊടുക്കാം. സാർ അനാവശ്യമായി പ്രതികരിക്കാൻ വരരുത്. എന്നാ പിന്നെ എനിക്ക് ലീവ് എടുക്കാലോ? അല്ലേ, എടുക്കാലോ. ശമ്പളം കിട്ടില്ല എന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. എന്താടോ ഇത്, ഒന്ന് പതുക്കെ വന്നൂടെ? അല്ല മാഷേ, സാറേ ഒരു രഹസ്യ വിവരം കിട്ടിയിട്ടുണ്ട്. എന്താ മാഷേ? യുവതലമുറ വഴിതെറ്റുകയാണ്. ഒന്ന് തെളിച്ചു പറയടൂ. മാഷേ, നമ്മുടെ സ്കൂളിലെ ഒരു കുട്ടിയുടെ കയ്യിൽ മറ്റേ ബുക്കുണ്ട്. മറ്റേ ബുക്കോ? അതെന്ത് ബുക്കാ? മനസ്സിലായില്ല. എൻ്റെ മാഷേ, കൊച്ചു പുസ്തകം 4 മടക്ക്. ഈ അശ്ലീല ചിത്രങ്ങളും കഥകളൊക്കെ അച്ചടിച്ചു വരുന്ന പീസ് ബുക്കില്ലേ? പീസ് ബുക്ക്. എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. സാറില്ല, അങ്ങനെയുള്ള പുസ്തകങ്ങൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ഞാനും വായിച്ചിട്ടൊന്നുമില്ല. എനിക്കറിയാം, കണ്ടിട്ട് വേണ്ട വായിക്കാനായിട്ട്. പക്ഷേ നമ്മുടെ സ്കൂളിലെ ഒരു കുട്ടിയുടെ കയ്യിൽ ഈ ബുക്കുണ്ടെന്നുള്ള രഹസ്യവിവരം കിട്ടിയ സ്ഥിതിക്ക് ഒരു ഉത്തരവാദിത്തപ്പെട്ട അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ ഇതിവിടെ വന്ന് പറയട്ടെ. കുട്ടികൾ വഴി തെറ്റാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ? തീർച്ചയായും. ഐ അപ്രീഷിയേറ്റ് യുവർ സിൻസിയാരിറ്റി. സർ, പറ, ആരാണെന്ന് പറ. ഇന്ന് അവനെ ഡിസ്മിസിലാണ്. ഇനി ആരും ഇമാതിരി വൃത്തികേട് ഈ സ്കൂളിൽ കാണിക്കരുത്. ആളാരാണെന്ന് കിട്ടിയിട്ടില്ല, പക്ഷേ ഒരു അരമണിക്കൂർ കിട്ടിയ പക്ഷെ കൺമുമ്പിൽ ഞാൻ കൊണ്ടിട്ട് തരും. മാഷോ? ഞാനും സനൽ മാഷും. വായോ, നമുക്ക് 10 തുടങ്ങാം. ശരി, 8 തുടങ്ങിയ പോലെ. എന്തിനാ മാഷ 10? 10 വെച്ച് ഞാൻ ഒന്നുമില്ല. അല്ല, സാറിന് ഇവിടുന്ന് ഇൻഫോർമേഷൻ കിട്ടിയേ? അത് എനിക്ക് വേണ്ടി ഒരു ഇന്റലിജൻസ് വിഭാഗം കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. മാഷിനത് അറിയണ്ട. എന്റെ ഫലമായ സംശയം എന്നെ വിഷ്ണു പ്രകാശ്. അതെന്താ? മുഴുവൻ സമയം പെൺപിള്ളേരെ പിന്നാലല്ലേ? വാ സാറ്, നമുക്ക് ആദ്യം അവനെ പൊക്കിയ പോരെ? എന്താടാ ഇവിടെ? സ്റ്റാഫ് റൂമിലേക്ക് ചോക്ക് എടുക്കാൻ. വേഗം പോയി ക്ലാസ്സിലിരുന്നോ, ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ട് വരും. ഓക്കെ മാഷേ. വാ മാഷേ. 30-30 അധ്യാപകരുള്ള ഈ സ്കൂൾ ഞങ്ങളുടെ കണ്ണ് വെട്ടിച്ച് ഒരു അശ്ലീല പുസ്തകം കൊണ്ടുവരാന്ന് പറഞ്ഞാൽ
അത് ഞങ്ങളെ മണ്ടന്മാരാക്കുന്നതിന് തുല്യം. ആരുടെ കയ്യിലാ സാധനം ഉള്ളതെന്ന് വെച്ചാൽ സ്വയം എണീറ്റ് നിന്നു ഞങ്ങളായിട്ട് പൊക്കി കടുത്ത നടപടികളുണ്ട്. മാർച്ചിലെ പൊതുപരീക്ഷ എഴുതണോ വേണ്ടി ഒന്ന് നിങ്ങൾക്ക് ഇപ്പൊ തീരുമാനിക്കാം. ടീച്ചർ അവസാനവും ശീതയുദ്ധത്തിന്റെ എടാ ആരംഭം. എന്തോ പ്രശ്നമുണ്ട്. ലക്ഷ്മി സ്ഥലം കൂടെ A ക്ലാസ്സിലെ പിള്ളേരുടെ ബാഗ് പരിശോധിക്കുന്നുണ്ട്. അയ്യോ അവരിങ്ങോട്ടും വരുമെന്ന് എനിക്ക് തോന്നണേ. അവസാനിക്കുന്നതിന് ബുക്ക് കേട്ടാത്ത ആരോ കൊണ്ട് ഒറ്റ കൊടുത്ത്. അതെങ്ങാനും നോക്കിയാ നീ ഒറ്റയ്ക്ക് പോയി മേടിച്ചെന്ന് പറഞ്ഞാൽ മതി കേട്ടാ. അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാനാ? ഞാൻ ഏക്കൂലേ. എടാ നമുക്ക് മുത്തിന് ബുക്ക് തിരിച്ചു കൊടുത്താലോ? ഇപ്പളാ പുതിയ പങ്കാളികളായത്, വൻ ശക്തികളായത്, പെണ്ണുങ്ങളെ വേഗം ചെക്ക് ചെയ്യും. സാധ്യതയില്ല. പിൽക്കാല അന്താരാഷ്ട്ര ബന്ധങ്ങളെ എന്താ അന്താരാഷ്ട്ര ഞാനൊരു സാധനം എന്നാ ബാഗിൽ വെക്കോ? എന്ത് സാധനം? എടുത്തെടുത്തെടുത്തോ. ഇങ്ങനെയാണ് 1001 രാവുകൾ. ഈ വൻ ശക്തികൾ ദാ, സ്വാധീനിച്ചത് 1943 ഫെബ്രുവരി. ടീച്ചറെ എന്താടാ പുറത്തുനിന്ന്? ചെറുതായിട്ട് ഉറങ്ങിപ്പോയി സാറേ. അതിനെന്താ സാറേ, നോക്കിക്കോ. സ്കൂളിൽ ഒരു സാഹചര്യത്തിലും കൊണ്ടുവരാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു പുസ്തകം ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള വിവരം കിട്ടി. ഇനി ഞങ്ങളുടെ പരിശോധനയിലെങ്ങാനും അത് കിട്ടിയാൽ അവന്റെ കാര്യം പിന്നെ പൊതുവാള് മാഷ് നോക്കി. എടാ മുത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി. അച്ചടക്കത്തിന്റെ ഇനി അവൻ കാര്യത്തിൽ നമ്മളെ പേരങ്ങാൻ സ്കൂൾ പറയോ? വിട്ടിട്ടാ. മിണ്ടരുത്. ബാഗ് എടുക്കടാ. നിന്റെ ബാഗിലില്ല, പക്ഷെ അത് ആരുടെ ബാഗിലാണെന്ന് നിനക്കറിയാം അല്ലേ നജാസേ? എനിക്ക് അറിഞ്ഞൂടാ മാഷേ. നോണ. എന്റെ ഉമ്മ സത്യം എനിക്ക് അറിഞ്ഞൂടാ മാഷേ. സത്യം എനിക്ക് പറഞ്ഞോടാ മാഷെ. എണീക്കടാ. പിന്നെ ഇവനെന്താണെന്ന് നിന്റെ ചെവിയിൽ പറഞ്ഞേ? ഇവിടെ ഉള്ള ആരും ഇങ്ങനത്തെ പുസ്തകങ്ങളൊന്നും വായിക്കാറില്ല എന്ന് പറയായിരുന്നു, ഓ പ്രത്യേകിച്ച് ബോയ്സ്. സൈലൻസ്. വാ മാഷെ. ഇതാരുടെ ബാഗാണ്? മുത്തലീബിന്റെ. എടുക്കടാ എടുക്കടാ. ആ മാമ്പഴം വൈലോപ്പിള്ളിയുടെ അല്ല എൻ്റെ നിന്റെ തന്നെ. ഓ ഇതൊക്കെ ഉണ്ടോ? ഈ ഒറ്റ പുസ്തകമുള്ളോടാ. അതിപ്പോ അവിടെ പോയി. കഷ്ടം. ആ ഇരി. ഇതിലൊന്നുമില്ല സാർ. അവന്റെ കാണൂടി. ബാഗ് എടുക്ക്. എന്നാ മാഷേ. മാഷെ ഇവിടെ ഒന്നുമില്ല. ശരി ടീച്ചർ. അല്ല മാഷേ, പോവാണോ? ഇവളുമാരെ നോക്കുന്നില്ലേ? ഇവളുമാരുടെ കയ്യിലിരിപ്പോ അത്ര നല്ലതൊന്നുമല്ല. ഇറങ്ങി ഓടിയാലോ?
നീ അടിക്കോ? ഇല്ല സാറേ, അത് അച്ഛന് ഇഷ്ടമുള്ള എന്തെങ്കിലും മേടിച്ച് കഴിക്കാൻ പറഞ്ഞ് കഴിച്ചു തന്നപ്പോൾ ഞാൻ അപ്പുറത്തെ കടയിൽ നിന്ന്. അച്ചാറും മിച്ചറാ? സത്യമായിട്ടും? സത്യമായിട്ടും. ഇരിക്കൂ. താങ്ക് യു മാഷി. മര്യാദയ്ക്ക് സത്യം പറയണം. എൻ്റെ ടീച്ചറെ താനെടുക്ക്. അതിലൊന്നും ഇല്ലടാ. ഇവിടെ ഒന്നുമില്ല സാർ. ഓ 10D. ഓക്കെ. ഇനി എല്ലാരും നോട്ട് ബുക്ക് എടുത്തേ. ആഹാ, മുത്തലീബ് എങ്ങോട്ടാ? പുറത്തു പോയേ. അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? 1943 ഫെബ്രുവരിയിൽ 1943 ഫെബ്രുവരിയിൽ ഐതിഹാസികമായ ആദർശ് മാധവൻ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ എനിക്ക് നിന്നെ കാണണ്ട. എങ്ങനെയുണ്ട്? പാടൊന്നും വന്നിട്ടില്ല. കുഴപ്പമില്ല. ആ കാര്യത്തില് തീരുമാനമായല്ലോ. ഇനി നമുക്ക് സാധനം വായിക്കാനുള്ള പരിപാടി നോക്കാം. എവിടുന്ന് വായിക്കും? എന്തും മനുഷ്യനാടാ നീ.